ജെറമിയ അധ്യായം 3. കർത്താവ് അരുളി ചെയ്യുന്നു, ഒരുവൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ട് മറ്റൊരുവന്റെ ഭാര്യയാവുകയും ചെയ്ത ശേഷം ആദ്യ ഭർത്താവ് അവളെ തേടി പോകുമോ? ആ ഭൂമി പൂർണ്ണമായും ദുഷിച്ചു പോയില്ലേ? അനേകം കാമുകന്മാരുമായി വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട നീ ഇനിയും എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുന്നുവോ? കണ്ണുയർത്തി കുന്നുകളിലേക്ക് നോക്കുക. ഒരു സ്ഥലമെങ്കിലും ഉണ്ടോ നീ ശയിക്കാത്തതായി? മരുഭൂമിയിൽ അറബി എന്ന പോലെ നീ വഴിയരികെ ജാരന്മാരെ കാത്തിരുന്നു. നികൃഷ്ടമായ വേശ്യാവൃത്തിയാൽ നീ നാട് ദുഷിപ്പിച്ചു. തന്നിമിത്തം മഴ പെയ്യാതായി, വസന്തകാല വൃഷ്ടി ഉണ്ടായതുമില്ല. എന്നിട്ടും നിന്റെ കടക്കണ്ണുകൾ വേശ്യയുടേതു തന്നെ. ലജ്ജ എന്തെന്ന് നിനക്കറിയില്ല. നീ ഇപ്പോൾ എന്നോട് പറയുന്നു, എൻ്റെ പിതാവേ, അങ്ങ് എൻ്റെ യൗവനത്തിലെ കൂട്ടുകാരനാണ്. അവിടുന്ന് എന്നോട് എന്നും കോപിഷ്ഠനായിരിക്കുമോ? അവിടുത്തെ കോപത്തിന് അവസാനമുണ്ടാവുകയില്ലേ? ഇങ്ങനെയെല്ലാം നീ പറയുന്നുണ്ടെങ്കിലും ആവുന്നത്ര തിന്മ നീ ചെയ്തു കൂട്ടുന്നു. അനുതാപത്തിന് ആഹ്വാനം. ജോസിയ രാജാവിൻ്റെ കാലത്ത് കർത്താവ് എന്നോട് അരുളി ചെയ്തു, അവൾ അവിശ്വസ്തയായ ഇസ്രായേൽ ചെയ്തത് എന്താണെന്ന് നീ കണ്ടോ? എല്ലാ ഉയർന്ന കുന്നുകളുടെ മുകളിലും സകല പച്ചമരങ്ങളുടെ ചുവട്ടിലും അവൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു. ഇതെല്ലാം ചെയ്ത ശേഷവും അവൾ എൻ്റെ അടുക്കൽ തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അവൾ വന്നില്ല. അവളുടെ വഞ്ചകിയായ സഹോദരി യൂദ അത് കണ്ടു. അവിശ്വസ്തയായ ഇസ്രായേലിന്റെ വ്യഭിചാര ജീവിതം മൂലം ഞാൻ അവൾക്ക് മോചനപത്രം നൽകി പറഞ്ഞയക്കുന്നതും യൂദ കണ്ടതാണ്. എന്നിട്ടും കാപട്യം നിറഞ്ഞ ആ സഹോദരി യൂദ ഭയന്നില്ല. അവളും വേശ്യാവൃത്തിയിലേർപ്പെട്ടു. അവൾ നിർലജ്ജം വേശ്യാവൃത്തിയിലേർപ്പെട്ടു. കല്ലിനും മരത്തിനും ആരാധനയർപ്പിച്ചു. അവൾ വ്യഭിചരിച്ചു. അങ്ങനെ നാട് ദുഷിപ്പിച്ചു. ഇവയ്ക്കെല്ലാം ശേഷം വഞ്ചകിയായ ആ സഹോദരി എൻ്റെ അടുക്കൽ തിരിച്ചു വന്നത് പൂർണ്ണ ഹൃദയത്തോടെയല്ല, കപടമായിട്ടാണ്. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, അവിശ്വസ്തയായ ഇസ്രായേൽ വഞ്ചകിയായ യൂദായോളം കുറ്റക്കാരിയല്ല. നീ ഇക്കാര്യങ്ങൾ വടക്കു ദിക്കിനോട് പ്രഖ്യാപിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, അവിശ്വസ്തയായ ഇസ്രായേലെ, തിരിച്ചു വരുക. ഞാൻ നിന്നോട് കോപിക്കുകയില്ല. ഞാൻ കാരുണ്യവാനാണ്. ഞാൻ എന്നേക്കും കോപിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ദൈവമായ കർത്താവിനോട് നീ മറുതലിച്ചു. പച്ചമരങ്ങളുടെ കീഴിൽ അന്യദേവന്മാർക്ക് നിന്നെ തന്നെ കാഴ്ചവെച്ചു. നീ എന്നെ അനുസരിച്ചില്ല. ഈ കുറ്റങ്ങൾ നീ ഏറ്റുപറഞ്ഞാൽ മതി. കർത്താവ് അരുളി ചെയ്യുന്നു, അവിശ്വസ്തരായ മക്കളെ, തിരിച്ചു വരുവിൻ. ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ. ഒരു നഗരത്തിൽ നിന്ന് ഒരു നായകനെയും ഒരു കുടുംബത്തിൽ നിന്ന് 2 പേരെയും തിരഞ്ഞെടുത്ത് ഞാൻ നിങ്ങളെ സിയോനിലേക്ക് കൊണ്ടുവരും. കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും. അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ പെരുകി നാട് നിറഞ്ഞു കഴിയുമ്പോൾ കർത്താവിൻ്റെ സാക്ഷ്യപേടകത്തെപ്പറ്റി ആരും ഒന്നും പറയുകയില്ല. അവർ അതിനെപ്പറ്റി ചിന്തിക്കുകയോ അത് ആവശ്യമെന്ന് കരുതുകയോ ഇല്ല. മറ്റൊന്ന് നിർമ്മിക്കുകയുമില്ല. കർത്താവിൻ്റെ സിംഹാസനമെന്ന് അന്ന് ജെറുസലേം വിളിക്കപ്പെടും. സകല ജനതകളും അവിടെ കർത്താവിൻ്റെ നാമത്തിൽ സമ്മേളിക്കും. ഇനി ഒരിക്കലും അവർ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ ഇംഗിതങ്ങൾക്ക് വഴിപ്പെടുകയില്ല. ആ ദിവസങ്ങളിൽ യൂദാ കുടുംബം ഇസ്രായേൽ കുടുംബത്തോട് ചേരും. അവർ ഒരുമിച്ച് വടക്കുനിന്ന് പുറപ്പെട്ട് നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി ഞാൻ കൊടുത്ത ദേശത്ത് വരും. എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളുടേതിലും വച്ച് ഏറ്റവും ചേതോഹരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, അവിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നതുപോലെ നീയും വിശ്വാസവഞ്ചന ചെയ്തിരിക്കുന്നു. ശൂന്യമായ കുന്നുകളിൽ നിന്ന് ഒരു സ്വരം ഉയരുന്നു.
ഇസ്രായേൽ മക്കളുടെ വിലാപത്തിന്റെയും യാചനയുടെയും സ്വരം. അവർ അബദ്ധസഞ്ചാരം ചെയ്ത് തങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിച്ചു. അവിശ്വസ്തരായ മക്കളെ, തിരിച്ചു വരുവിൻ. ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം. ഇതാ, ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. അവിടുന്നാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ്. കുന്നുകളും അവിടെ നടന്ന മധുരോത്സവവും വ്യാമോഹമായിരുന്നു. ഇസ്രായേലിന്റെ രക്ഷ ഞങ്ങളുടെ ദൈവമായ കർത്താവിൽ മാത്രം. ഞങ്ങളുടെ പിതാക്കന്മാർ അധ്വാനിച്ചു നേടിയ സർവവും, ആടുമാടുകളും പുത്രീപുത്രന്മാരുമെല്ലാം ഞങ്ങളുടെ യൗവനത്തിൽ തന്നെ ലജ്ജാകരമായ വിഗ്രഹാരാധനയ്ക്ക് ഇരയായി തീർന്നു. ലജ്ജാവിവശരായി ഞങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. അപമാനം ഞങ്ങളെ ആവരണം ചെയ്യട്ടെ. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും യൗവനം മുതൽ ഇന്നുവരെ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്തു. ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ അനുസരിച്ചില്ല. ജെറമിയ അധ്യായം 4. കർത്താവ് അരുളി ചെയ്യുന്നു: ഇസ്രായേലേ, നീ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുക. എൻ്റെ സന്നിധിയിൽ നിന്ന് മ്ലേച്ഛത നീക്കിക്കളയുകയും വഴിതെറ്റിപ്പോകാതിരിക്കുകയും ജീവിക്കുന്നവനായ കർത്താവിൻ്റെ നാമത്തിൽ പരമാർത്ഥമായും നീതിയായും സത്യസന്ധമായും ശപഥം ചെയ്യുകയും ചെയ്താൽ ജനതകൾ പരസ്പരം അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കും. കർത്താവിലായിരിക്കും അവരുടെ മഹത്വം. യൂദായിലെയും ജെറുസലേമിലെയും നിവാസികളോട് കർത്താവ് അരുളി ചെയ്യുന്നു: നിങ്ങളുടെ തരിശുഭൂമി ഉഴുതുമറിക്കുവിൻ. മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത്. യൂദാ നിവാസികളെ, ജെറുസലേം പൗരന്മാരെ, കർത്താവിനായി നിങ്ങളെ തന്നെ പരിച്ഛേദനം ചെയ്യുവിൻ. ഹൃദയപരിച്ഛേദനം സ്വീകരിക്കുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം എൻ്റെ കോപം അഗ്നി പോലെ ജ്വലിക്കും. അത് ശമിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. വടക്ക് നിന്ന് ഭീഷണി. യൂദായിൽ വിളിച്ചു പറയുവിൻ, ജെറുസലേമിൽ പ്രഘോഷിക്കുവിൻ. കാഹളമോതി ദേശത്തെങ്ങും വിളംബരം ചെയ്യുവിൻ. ഒരുമിച്ച് കൂടി സുരക്ഷിതമായ പട്ടണങ്ങളിലേക്ക് ഓടുവിൻ എന്ന് ഉച്ചത്തിൽ വിളിച്ചറിയിക്കുവിൻ. സിയോനിലേക്കുള്ള വഴി അടയാളപ്പെടുത്തുവിൻ. അഭയം തേടി ഓടുവിൻ. മടിച്ചു നിൽക്കരുത്. തിന്മയും ഭീകരനാശവും വടക്കുനിന്ന് ഞാൻ കൊണ്ടുവരുന്നു. കുറ്റിക്കാടുകളിൽ നിന്ന് സിംഹം പുറത്തിറങ്ങിയിട്ടുണ്ട്. ജനതകളുടെ സംഹാരകൻ സ്വസങ്കേതത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവൻ നിന്റെ ദേശം ശൂന്യമാക്കും. നിന്റെ നഗരങ്ങൾ വിജനമായ നാശക്കൂമ്പാരമാക്കും. ആകയാൽ നിങ്ങൾ ചാക്കൊടുത്ത് കരയുവിൻ, നിലവിളിക്കുവിൻ. കർത്താവിൻ്റെ ഉഗ്രകോപം നമ്മിൽ നിന്ന് അകന്നിട്ടില്ല. കർത്താവ് അരുളി ചെയ്യുന്നു: അന്നു രാജാവിൻ്റെ ഹൃദയം തളരും. പ്രഭുക്കന്മാർ ഭീരുക്കളാകും. പുരോഹിതന്മാർ നടുങ്ങും. പ്രവാചകന്മാർ അമ്പരക്കും. അപ്പോൾ അവർ പറയും: ദൈവമായ കർത്താവേ, അങ്ങ് ഈ ജനത്തെയും ജെറുസലേമിനെയും വഞ്ചിച്ചു. നിങ്ങൾക്ക് എല്ലാം ഭദ്രമാണ് എന്ന് അങ്ങ് പറഞ്ഞു. എന്നാൽ ഇപ്പോഴിതാ അവരുടെ നേരെ വാൾ ഉയരുന്നു. ആ സമയം വരുമ്പോൾ ഈ ജനത്തോടും ജെറുസലേമിനോടും പറയപ്പെടും: എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നേർക്ക് മരുഭൂമിയിലെ വിജനമായ മലകളിൽ നിന്ന് ഉഷ്ണക്കാറ്റ് വീശും. പതിരുപാറ്റാനോ നിലം വെടിപ്പാക്കാനോ ആയിരിക്കുകയില്ല. അത് ഞാൻ അയക്കുന്നത് ഭീഷണമായ കൊടുങ്കാറ്റായിരിക്കും. ഞാൻ തന്നെയാണ് അവരുടെ മേൽ വിധിവാചകം ഉച്ചരിക്കുക. ഇതാ, കാർമേഘം പോലെ ശത്രു വരുന്നു. അവൻ്റെ രഥങ്ങൾ ചുഴലിക്കാറ്റുപോലെ, കുതിരകൾ കഴുകനേക്കാൾ വേഗതയേറിയത്. ഞങ്ങൾക്ക് ദുരിതം, ഞങ്ങൾ നശിച്ചു കഴിഞ്ഞു. ജെറുസലേമേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും പേറി നടക്കുക? ദാനിൽ നിന്ന് ഒരു പ്രഖ്യാപനം ഉയരുന്നു. എഫ്രായിം മലയിൽ നിന്ന് അനർത്ഥത്തെ പറ്റിയുള്ള അറിയിപ്പും. ജനതകളോട് വിളംബരം ചെയ്യുവിൻ. ജെറുസലേമിൽ വിളിച്ചു പറയുവിൻ: വിദൂരത്ത് നിന്ന് ശത്രുക്കൾ വരുന്നു. യൂദായിലെ നഗരങ്ങൾക്കെതിരെ പോർവിളികൾ മുഴങ്ങുന്നു. വയലിനു ചുറ്റും കാവൽക്കാരെന്ന പോലെ അവർ അവളെ വളഞ്ഞിരിക്കുന്നു. എന്തെന്നാൽ അവൾ എന്നെ ധിക്കരിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു: ഇതെല്ലാം നിന്റെ മേൽ വരുത്തി വച്ചത് നിന്റെ പെരുമാറ്റവും പ്രവൃത്തികളുമത്രേ. ഇത് നിന്റെ ശിക്ഷയാണ്. അത് കൈപ്പേറിയതു തന്നെ. നിന്റെ ഹൃദയത്തിൽ തന്നെ അത് തുളഞ്ഞു കയറിയിരിക്കുന്നു. ജെറമിയായുടെ വേദന. വേദന,
അസഹ്യമായ വേദന. ഞാൻ വേദനയാൽ പുളയുന്നു. എൻ്റെ ഹൃദയഭിത്തികൾ തകരുന്നു, നെഞ്ചിടിക്കുന്നു. നിശബ്ദനായിരിക്കാൻ എനിക്ക് വയ്യ. ഇതാ യുദ്ധകാഹളം, പോർവിളി ഞാൻ കേൾക്കുന്നു. ഒന്നിനു പിറകെ ഒന്നായി ദുരിതങ്ങൾ ആഞ്ഞടിക്കുന്നു. ദേശം മുഴുവൻ വിജനമായി തീർന്നു. എൻ്റെ കൂടാരങ്ങൾ ഞൊടിയിടയിൽ തകരുന്നു. കൂടാരവിരികൾ നിമിഷനേരം കൊണ്ട് കീറിപ്പറയുന്നു. യുദ്ധപതാക ഇനിയും എത്ര നാൾ ഞാൻ കാണണം? കാഹളധ്വനി എന്നുവരെ കേൾക്കണം? എന്തെന്നാൽ എൻ്റെ ജനം വിഡ്ഢികളാണ്. അവർ എന്നെ അറിയുന്നില്ല. അവർ ബുദ്ധിയില്ലാത്ത കുട്ടികളാണ്. അവർക്ക് യാതൊരു ജ്ഞാനവുമില്ല. തിന്മ പ്രവർത്തിക്കാൻ അവർ സമർത്ഥരാണ്. നന്മ ചെയ്യേണ്ടത് എങ്ങനെ എന്ന് അറിവില്ല. ആസന്നമായ ശിക്ഷ. ഞാൻ ഭൂമിയിലേക്ക് നോക്കി. അത് രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ഞാൻ ആകാശത്തേക്ക് നോക്കി. പ്രകാശം കെട്ടുപോയിരുന്നു. ഞാൻ മലകളിലേക്ക് നോക്കി. അവ വിറപൂണ്ടിരുന്നു. കുന്നുകളെല്ലാം ഇളകി ഉലയുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കി, ഒരു മനുഷ്യനെയും കണ്ടില്ല. ആകാശപ്പറവകളെല്ലാം പറന്നുപോയിരുന്നു. ഞാൻ നോക്കി, ഫലസമൃദ്ധമായ ദേശം ഇതാ മരുഭൂമിയായിരിക്കുന്നു. കർത്താവിൻ്റെ മുൻപിൽ അവിടുത്തെ ഉഗ്രകോപത്തിൽ നഗരങ്ങളെല്ലാം നിലം പതിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാ ദേശങ്ങളും നിർജ്ജനമാകും, എന്നാൽ അവയെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല. ഭൂമി വിലപിക്കട്ടെ, ആകാശം ഇരുളടഞ്ഞു പോകട്ടെ. ഞാൻ പറഞ്ഞിരിക്കുന്നു, അതിനു മാറ്റമില്ല. ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു, എൻ്റെ തീരുമാനം മാറുകയില്ല. കുതിരപ്പടയാളികളുടെയും വില്ലാളികളുടെയും ആരവം കേട്ട് നഗരവാസികൾ പലായനം ചെയ്യുന്നു. അവർ കുറ്റിക്കാടുകളിൽ ഒളിക്കുന്നു, പാറക്കൂട്ടങ്ങളിൽ പിടിച്ചു കയറുന്നു. പട്ടണങ്ങളെല്ലാം പരിത്യക്തമാകുന്നു, അവയിൽ ജനവാസമില്ലാതായി. അല്ലയോ നിർഭാഗ്യവതി, നീ എന്തിന് രക്താംബരം ധരിക്കുന്നു? നീ എന്തിന് രത്നാഭരണമണിയുന്നു? എന്തിന് കടക്കണ്ണുകളിൽ മഷി എഴുതുന്നു? നിന്റെ അലങ്കാരങ്ങളെല്ലാം വ്യർത്ഥമാണ്. നിന്റെ കാമുകന്മാർ നിന്നെ വെറുക്കുന്നു. അവർ നിന്റെ ജീവനെ വേട്ടയാടുന്നു. പ്രസവ വേദനയാലെന്ന പോലുള്ള നിലവിളി ഞാൻ കേട്ടു. കടിഞ്ഞൂലിനെ പ്രസവിക്കുന്നവളുടേതുപോലുള്ള ആർത്തനാദം. സിയോൻ പുത്രി വീർപ്പുമുട്ടി കൈകൾ വലിച്ചു നിവർത്തിക്കരയുന്നു. ഹാ, എനിക്ക് ദുരിതം! കൊലപാതകികളുടെ മുൻപിൽ ഞാനിതാ തളർന്നു വീഴുന്നു.